വബറകാതുഹു മർഹബൻ അഹ്ലൻ വസഹല. ഇന്ന് ആധുനിക കവിതകളിലെ അല്ലെങ്കിൽ ആധുനിക കവികളിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ കാലം 25 വർഷം മാത്രം ജീവിച്ച ഒരു വ്യക്തി. ആ വ്യക്തി തന്റെ 25 വർഷങ്ങളിൽ നടത്തിയ അത്ഭുതകരമായ ഈ കവിതാ രംഗത്ത്, സാഹിത്യമായ രംഗത്ത് നടത്തിയ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ, വിപ്ലവാത്മകമായ സംഭാവനകളെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ സംസാരിക്കുന്നത് അബുൽ ഖാസിം അഷാബിയെ കുറിച്ചാണ്. 99 ജനിച്ച് 34 മരണപ്പെട്ടു. വെറും 25 വർഷം മാത്രം ജീവിച്ച ആളാണ് അബുൽ ഖാസിം അഷാബി. അപ്പോൾ ചർച്ച ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ജീവിതം, വളർച്ച, അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ, കവിതകൾ, പ്രധാനപ്പെട്ട രചനകൾ, ഇതൊക്കെ ചർച്ച ചെയ്യാം. അബുൽ ഖാസിം ബിൻ മുഹമ്മദ് ബിൻ അബുൽ ഖാസിം അഷാബി വലിയ ഫി ഷാബിയ. ഷാബി എന്ന് പേര് വെക്കാൻ കാരണം ഷാബിയ എന്ന് പറയുന്ന ടുണീഷ്യയിലെ കവികളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ടുണീഷ്യയിലെ കവിതകളിൽ ആകെ ഒരാളെ പേര് മാത്രമാണ് സിലബസുകളിൽ പരാമർശിക്കുന്നുള്ളൂ. പ്രധാനമായിട്ട് അത്തരം ഒരാളേ ഉള്ളൂ. പിന്നെ നെത്രലൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ കവിതകളിൽ ടുണീഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അബുൽ ഖാസിം അഷാബിയാണ്. ഷാബിയ എന്ന് പറയുന്ന സ്ഥലം ടുണീഷ്യയിലെ സ്ഥലമാണ്. അവിടെ ജനിച്ചതുകൊണ്ടാണ് ഇദ്ദേഹത്തെ അഷാബി എന്ന് വിളിക്കുന്നത്. ഇഹ്ദാ ലവാഹി തൂസർ സനത്ത, തൂസർ എന്നല്ല തൂണിസ് ആണ്, തൂണിസ്. 1999 തൂണിസിലെ പ്രൊവിൻസിൽപ്പെട്ട ഒരു സ്ഥലമായ ഷാബിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹം ജനിച്ചു. ലം യംകുസ് ഷാബി ഫി മസ്കത്ത് റഅസിഹി ഇല്ലാ ഖലീല. മസ്കത്ത് റഅസി എന്ന് പറഞ്ഞ ജന്മസ്ഥലമാണ്. അപ്പോൾ തന്റെ ജന്മസ്ഥലത്ത് എന്ന് വെച്ചാൽ ഷാബിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് കാലം ജീവിക്കാനുള്ള അവസരം, ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഖാദിയാണ്. അപ്പോൾ ഖാദിയുടെ സ്ഥാനം അല്ലെങ്കിൽ ഖാദിയുടെ പോസ്റ്റിംഗ് മാറുന്നതിനനുസരിച്ച് പിൻ മക്കാൻ ഇല്ല മക്കാൻ, ഓരോ സ്ഥലത്ത് നിന്ന് മാറി മാറി ഇങ്ങനെ പിതാവിനോട് കൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ തന്റെ ജന്മനാട്ടിൽ കൂടുതൽ കാലം അദ്ദേഹം നിന്നിട്ടില്ല. പിതാവിനോട് കൂടെ ഓരോ സ്ഥലങ്ങൾ മാറി മാറി യാത്ര ചെയ്യലായിരുന്നു. അങ്ങനെ 1920 ഇൽതഹഖ ബി ജാമിഅ സൈതൂനിയ, ജാമിഅ സൈതൂനിയ യൂണിവേഴ്സിറ്റി, ടുണീഷ്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി. ഇന്നും സൈതൂനിയ യൂണിവേഴ്സിറ്റി വളരെ പ്രശസ്തമാണ്. ഒരുപക്ഷെ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ലക്ഷണമൊത്ത അല്ലെങ്കിൽ കൃത്യമായി രൂപാന്തരപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് സൈതൂനിയ യൂണിവേഴ്സിറ്റിയാണ്. ആ സൈതൂനിയ യൂണിവേഴ്സിറ്റി ടുണീഷ്യയിലാണ്. ആ ടുണീഷ്യയിലാണ് ഇദ്ദേഹത്തിന്റെ പഠനങ്ങൾ നടക്കുന്നത്. ആധുനിക അറബി സാഹിത്യം പ്രാക്ടീസ് ചെയ്തതും അറബി ഭാഷ പഠിച്ചതും ഖുർആനൊക്കെ മനഃപ്പാഠമാക്കിയതൊക്കെ ഈ ജാമിഅ സൈതൂനിയയിൽ നിന്നാണ്. അങ്ങനെ സൈതൂനിയയിൽ പഠിക്കുന്ന സമയത്താണ് തന്റെ 15ാമത്തെ വയസ്സിലാണ് നുബൂഖ് എന്ന് പറഞ്ഞ പ്രാവീണ്യം, എക്സ്പേർട്ട്, തന്റെ കവിതയിലുള്ള ആ കഴിവ് അദ്ദേഹം മനസ്സിലാക്കിയത് അല്ലെങ്കിൽ പുറത്തു വന്നത് 15 വയസ്സ് സമയമുള്ള സമയത്താണ്. ജാമിഅ സൈതൂൻ, അങ്ങനെ ജാമിഅ സൈതൂനിൽ നിന്ന് അദ്ദേഹം പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ടുണീഷ്യയിലെ ലോ കോളേജിൽ, കുല്ലിയത്തുൽ ഹുഖൂഖ് എന്ന് പറഞ്ഞാൽ ലോ കോളേജ്, നിയമം പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചേരുന്നു. അവിടെ നിന്ന് 1930 ലോ കോളേജിൽ നിന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 99 ജനിച്ചു, പിന്നീട് ഒരുപാട് കാലം സൈതൂനിയയിൽ പഠിച്ചു. 34 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ പഠനത്തിന് ശേഷം വെറും 4 വർഷം മാത്രമേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ വർക്കുകളൊക്കെ ഈ പഠന സമയത്ത് അദ്ദേഹം എഴുതിയ വർക്കുകളാണ് അധികവും. ഈ പഠിക്കുന്ന സമയത്താണ്, ലോ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് തോഫി വാലിദ്, അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെടുന്നത്. അൽ ഹയാത്തി, ജീവിതത്തിന്റെ ഭാരങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ പിതാവ് ഏൽപ്പിച്ചുകൊണ്ടാണ് പിതാവ് മരണപ്പെടുന്നത്. അദ്ദേഹം പരിശ്രമിച്ചു തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ പിതാവ് തന്നെ ഏൽപ്പിച്ചു പോയ ഭാരങ്ങളൊക്കെ ചുമന്നുകൊണ്ട് കുടുംബത്തെ നോക്കാൻ അല്ലെങ്കിൽ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പരിശ്രമം നടത്തി അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിനും തന്റെ പിതാവ് മരണപ്പെട്ടതിന്റെ ശേഷം, 30 പിതാവ് മരണപ്പെടുന്നത്, അതിനുശേഷം 4 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു രോഗം പിടിപെടുന്നു. തലഹുമുൽ കൽബി, ഒരു സ്ട്രോക്ക് ഉണ്ടാകുകയാണ്. 23ാമത്തെ വയസ്സിൽ, എന്ന് വെച്ചാൽ 1934 അദ്ദേഹത്തിന് സ്ട്രോക്ക് ഉണ്ടാകുന്നു. അങ്ങനെ സ്ട്രോക്കിന് ശേഷം ഒരുപാട് ചിന്തിക്കേണ്ട, ചില ചിന്തയെ കുഴപ്പിക്കുന്ന, മനസ്സിന് പ്രശ്നം ഉണ്ടാക്കുന്ന ചിന്തകൾ നടത്തണ്ട എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിലും ഫലം എന്തഹി, അദ്ദേഹം അത് ചെവികൊണ്ടില്ല. വാസലാമലും, അദ്ദേഹം നടത്തുന്ന ഈ എഴുത്തുകളും അല്ലെങ്കിൽ ചിന്താപരമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. കാനലഹു സലാസത്ത് ഇഖ്വത്ത്, അദ്ദേഹത്തിന് 3 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ഒരാളുടെ പേര് മുഹമ്മദ് അമീൻ ആണ്, അബ്ദുള്ളയാണ്, അബ്ദുൽ ഹമീദ് ആണ്. ഈ ആദ്യത്തെ പറഞ്ഞ മുഹമ്മദ് അമീൻ എന്ന് പറയുന്ന ആള്, മുഹമ്മദ് അമീൻ അഷാബി, അദ്ദേഹം അവ്വൽ വസീർ തഅലീം ഫിൽ വിസാറത്തി ദസ്തൂരിയ അൽ ഊല ഫി ഹദിൽ ഇസ്തിഖ്ലാൽ. ടുണീഷ്യ സ്വതന്ത്രമായതിനു ശേഷം 1900 മുതൽ 1960-70 വരെയുള്ള കാലഘട്ടം, അല്ലെങ്കിൽ 1920 ശേഷമുള്ള കാലഘട്ടങ്ങളൊക്കെ ഈ കൊളോണി രാജ്യത്തിന്റെ അല്ലെങ്കിൽ കൊളോണിവൽക്കരണത്തിന്റെ അവശേഷിപ്പുകൾ, കൊളോണിവൽക്കരണം നടത്തിയ രാജ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച്, ആക്കപ്പെട്ട രാജ്യങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന സമയമാണ് ടുണീഷ്യ. ഈ സമയത്താണ് ഒരുപാട് രാജ്യം സ്വതന്ത്രമാകുന്നത്. ആ സമയത്താണ് ടുണീഷ്യ സ്വതന്ത്രമായത്. അപ്പോൾ ടുണീഷ്യ സ്വതന്ത്രമായിട്ടുണ്ട്, ഭരണഘടനാപരമായി സ്വതന്ത്രമായ ടുണീഷ്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇദ്ദേഹത്തിന്റെ സഹോദരൻ അമീൻ അഷാബിയാണ്, മുഹമ്മദ് അമീൻ അഷാബി. അപ്പോൾ ഈ പേര് ഓർത്ത് വെക്കാം. അപ്പോൾ തവല്ല അൽ മൻസിബ് മീൻ 1956 മുതൽ 58 വരെയുള്ള വർഷങ്ങളിലാണ് അദ്ദേഹം ഈ മിനിസ്ട്രി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിച്ചത്. ഈ യഊദു ലഹുൽ ഫദ്ലു ഫി തഅസീസ് ജംഇയ്യത്തി ശുബാൻ അൽ മുസ്ലിമീൻ ഫി തുനീസ്. ഈ യഊദു ലഹു എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദ് അമീൻ അഷാബിയെ കുറിച്ചാണ്. നമ്മുടെ ഷാബിയെ കുറിച്ചല്ല, അദ്ദേഹത്തിന്റെ സഹോദരനായ അഹമ്മദ് അമീൻ അഷാബിയാണ് ആദ്യമായിട്ട് ടുണീഷ്യയിൽ ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കുന്നത്. അതിന്റെ പേരാണ് ജംഇയ്യത്ത് ശുബാൻ അൽ മുസ്ലിമീൻ. ജംഇയ്യത്ത് ശുബാൻ അൽ മുസ്ലിമീൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ടുണീഷ്യയിൽ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് അമീൻ ആണ്. ഫസഹമ ബി തഅസീസ് നാദി അൽ അദബി, അതുപോലെ ഇദ്ദേഹം, ഇനി നമ്മുടെ കവിയെ കുറിച്ച് പറയാം. ഫസഹമ ബി തഅസീസ് നാദി അൽ അദബിയ, ഒരു സാഹിത്യമായ ക്ലബ്ബുകൾ, നാദി ക്ലബ്ബാണ്, ഒരുപാട് ക്ലബ്ബുകൾ ടുണീഷ്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കാന മാഹിറൻ ഫിഷേരി മുൻദു 15 മിൻ ഉംരി, 15 വയസ്സ് മുതലാണ് കവിതയിൽ അദ്ദേഹം സാഹിത്യത്തിൽ കടന്നു വരുന്നതെന്ന് പറഞ്ഞു. 15 വയസ്സ് മുതൽ സാഹിത്യ രംഗത്ത് സജീവമായ സാന്നിധ്യമായിരുന്നു ഖാസിം അഷാബി. 1934 അദ്ദേഹം രോഗം പിടിപെട്ടെന്ന് പറയും. 30 പിതാവ് മരിക്കുന്നു, 32 രോഗം പിടിപെടുന്നു. 30 അദ്ദേഹം പഠനം പൂർത്തിയാക്കിയതും. 34 അദ്ദേഹം ഒരു ദീവാൻ ഉണ്ടാക്കി. ആ ദീവാന്റെ പേരാണ് അഗാനി അൽ ഹയാത്ത്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ദീവാനാണ് അഗാനി അൽ ഹയാത്ത്. അമ്മ ദീവാനുഹു അഗാനിൽ ഹയാത്ത്, ഈ അദ്ദേഹത്തിന്റെ അഗാനിൽ ഹയാത്ത് എന്ന് പറയുന്ന ദീവാന് ഫഹുവ യഖഉ ഫീ 85 വ 200, 285 വരികളാണ്, പേജുകളാണുള്ളത്. അങ്ങനെ ഈ വർക്ക് മറത്തിൽ ഊല ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത് 1955-ലാണ്. പിന്നെ സുമ ഖാമത്ത് ദാറു തൂനിസിയ ലിനശ്രി
പബ്ലിക്കേഷൻ ടുണീഷ്യൻ ഗവൺമെന്റിന്റെ കീഴിലുള്ള പ്രസാധകർ രണ്ടാമതും രണ്ടാമതും ഇതിനെ പബ്ലിഷ് ചെയ്തതിന് പ്രസാദം നടത്തി 1966. അപ്പോൾ ആദ്യം ഈ അഗാനിൽ ഹയാത്ത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത് 55, രണ്ടാമത് സർക്കാർ ഒന്നുകൂടി പബ്ലിഷ് ചെയ്തു അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 66, 2 മരണത്തിന് ശേഷമാണ്. അപ്പോൾ അവാഫത്തിലെ സബു ഖസായിദുൽ ഷാഇർ ലം തൻഷുർ ലഹു ഫി തബാത്തിൽ ഊല, അങ്ങനെ 66 രണ്ടാമത്തെ പ്രസാദനത്തിൽ 55 പ്രസാദനം നടത്തിയ കവി ദീവാനിൽ ഇല്ലാത്ത 7 കവിതകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വറദത്തുൽ ഖസായിദ് ഫി ഹാദ ദീവാനി മുറത്തബതൻ ബിഹസ്ബി താരീഖിൻ നളമ ഷാഇറു ലഹാ. ഇതിൽ എങ്ങനെയാണ് ഇത് കവിത അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഈ കവി ജീവിതത്തിൽ നടത്തിയ അല്ലെങ്കിൽ രചിച്ച ഏത് വർഷമാണോ ആദ്യം രചന നടത്തുക ആ വർഷം ആ രചന ആദ്യം, അങ്ങനെ രചനാടിസ്ഥാനത്തിലാണ്. ഏത് വർഷമാണോ ആദ്യം രചന നടത്തുന്ന ആ വർഷം ആ രചന ആദ്യം, അങ്ങനെ രചിച്ച വർഷാടിസ്ഥാനത്തിലാണ് ഈ വർക്കുകളിൽ അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ അഗാനിൽ ഹയാത്തിൽ കവിതകളെ ഓർഡർ ആക്കിയിട്ടുള്ളത്. വലാകിൻ ദാ ഇഷ്തദ ബിഹി വഅൽസമുൽ ഫറാഷ്. അപ്പോൾ 2 മുതൽ രോഗമാണെന്ന് പറഞ്ഞു. 34 അദ്ദേഹത്തിന്റെ ആദ്യ വർക്കായ അഗാനിൽ ഹയാത്ത് എഴുതുന്നത്. ഈ രോഗം 34 അദ്ദേഹത്തിന്റെ രോഗം വളരെ ശക്തമാകുന്നു. അൽസമുൽ ഫറാഷ, അൽസമുൽ ഫറാഷ് എന്ന് എണീക്കാൻ കഴിയാതെ ബെഡ് റിട്ടൺ ആകാണ്. പനഖാലിൽ മുസ്തഷ്ഫ ഇറ്റാലിയ ബിലാസിമത്തി, അവിടുത്തെ തലസ്ഥാനത്തിലുള്ള ഇറ്റാലി ഹോസ്പിറ്റൽ അൽ മുസ്തഷ്ഫ ബിൽ ഇറ്റാലിയൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ്. അവിടെ ഫാറഖൽ ഹയാത്ത 1934 തന്റെ ജീവിതം അദ്ദേഹം അവസാനിപ്പിക്കുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം മരണപ്പെടുന്നു. വനഖല ജുസ്മാനുഹു ഇലാ മസ്ഖത്ത് റഅസി, മരണശേഷം അദ്ദേഹത്തിന്റെ ശവം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി ജുസ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ബോഡിയാണ് മസ്ഖത്ത് റഅസിന്റെ ജന്മസ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. വദുഫിന ഫി മസ്ഖത്ത് ഷാബിയ, അങ്ങനെ ഷാബിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ തന്നെയാണ് അദ്ദേഹത്തെ കബറടക്കം ചെയ്യുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ പറയാം. ഹുവ മിൻ മദ്രസത്തി അബോളോ, അബോളോ എന്ന് പറയുന്ന അദബുൽ മഹ്ജർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അറബി ആധുനിക സാഹിത്യത്തിൽ അല്ലെങ്കിൽ അറബി വളർച്ചയ്ക്കും അറബിയുടെ വികാസത്തിനൊക്കെ പിന്തുണ നൽകിയ സഹായകമായ ഒരുപാട് സംഘടനകളുണ്ട്. അത് റാബിത്തുൽ കലമിയ പോലെ, റാബിത്തുൽ അദബിയ പോലെയുള്ള സംഘടനകൾ. അതിൽ പ്രധാനപ്പെട്ട മിസ്രിലെ സംഘടനയാണ് അബോളോ എന്ന് പറയുന്ന സംഘടന. അപ്പോൾ ഈ അബോളോ സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരുപാട് കവികളുണ്ട്. നേരത്തെ പറഞ്ഞ ബദർ ഷാക്കിർ അസിയാബിനെ പോലുള്ള കവികളൊക്കെ ഉണ്ട്. ആ കവികളൊക്കെ ജീവിതം മൊത്തം കവിതകളൊക്കെ ഒരുപാട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് സാമൂഹികപരമായിട്ട് ഒരുപാട് സേവനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അവരുടെ ജീവിതങ്ങൾ മാത്രം അവരുടെ ജീവിത രീതികളൊക്കെ കവികളുടെ ജീവിത രീതി ഒന്നുകൂടി ഉഷാറാകണമെന്ന് അർത്ഥത്തിൽ തുടങ്ങിയ സംഘടനയാണ് മദ്രസത്ത് അബോളോ. അതിന് പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ അബുൽ ഖാസിം അഷാബി. അങ്ങനെ അവരുടെ മജലത്ത് ഈ മദ്രസത്ത് അബോളോക്ക് ഒരു മാഗസിൻ ഉണ്ട്, മജലുണ്ട്. ആ മജലയുടെ പേര് മജലത്ത് അബോളോ എന്നാണ്. ആ മജലത്ത് അബോളോയിലാണ് അബുൽ ഖാസിം അഷാബിയ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അന്നഷീദുൽ വത്നി, ദേശീയ ഗാനം. നമ്മൾ ടാഗോറിനെ സ്മരിക്കുന്നത് പോലെ ടുണീഷ്യക്കാർ എന്നും സ്മരിക്കുന്ന ഒരു വ്യക്തിയാണ് അബുൽ ഖാസിം അഷാബി. കാരണം ദേശീയഗാനം അവർ എന്നും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ആലപിക്കുന്നു. ആ ദേശീയഗാനം ഇദ്ദേഹത്തിന്റെ കവിതകളിൽ നിന്നുള്ള ഇറാദത്തുൽ ഹയാത്ത് എന്ന് പറയുന്ന കാവ്യസമാഹാരമുണ്ട്. ആ കാവ്യസമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് ഇന്നും ടുണീഷ്യയിൽ ആലപിക്കുന്ന അവരുടെ ദേശീയ ഗാനം. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് ഷാഇറുൽ ഖദറ എന്നാണ്. ഷാഇറുൽ ഖദറ. ഒരുപാട് പോയിന്റുകൾ പറഞ്ഞു ഇവിടെ. അദ്ദേഹത്തിന്റെ കവിതകൾ ഒരുപാടുണ്ട്. വളരെ സിമ്പിളായ ചില കവിതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇദ ശഅറു യൗമൻ അറാദൽ ഹയാത ഫലാ ബുദ്ദ അൻ യസ്തജീബൽ ഖദറ വലാ ബുദ്ദ ലിലൈലിൻ അൻ യൻജലി വലാ ബുദ്ദ ലിൽ ഖൈദി അൻ യൻകസിർ സഅഈഷു റഗ്മ ദാഇ വൽ അദാഇ കന്നസ്രി ഫൗഖൽ ഖുമ്മത്തിൽ ഷമ്മായി എന്ന് പറയുന്ന കവിതയാണ്. ഇതൊക്കെ ഒരു അടുത്തടുത്ത ലൈനുള്ള കവിതയല്ല, വ്യത്യസ്തമായ പല സ്ഥലത്തുള്ള ആദ്യ ഭാഗങ്ങളോ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അത് സെലക്ട് ചെയ്തെടുത്തതാണ്. ഇദ ശഅറു യൗമൻ അറാദൽ ഹയാത, പബ്ലിക് അല്ലെങ്കിൽ ഒരു രാജ്യത്തുള്ള ആളുകൾ നന്നായിട്ട് ജീവിക്കണമെന്ന് അവർ ആശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫലാ ബുദ്ദ അൻ യസ്തജീബൽ ഖദറ, അവരുടെ വിധിക്ക് മറുപടി കൊടുക്കണം. എന്ന് വെച്ചാൽ അവരെ ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചു നിന്നാൽ പോലെ എന്താണോ അവർക്ക് ലക്ഷ്യമുള്ളത് അതിനോട് പോരാടി അവർ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു കവിതയാണ്. അതേപോലെ വലാബുദ്ദലിൽ അഞ്ചലി, ഏത് രാത്രിയാണെങ്കിലും ഉദിക്കും, ഏത് പ്രയാസങ്ങളാണെങ്കിലും അന്ധകാരമാണെങ്കിലും ഒരു ദിവസം അവിടെ വെളിച്ചം വരും. വലാബുദ്ദലിൽ ഖൈദി അൻ കസിർ, എല്ലാ ബന്ധനങ്ങളും ഒരു ദിവസം അത് പൊട്ടിക്കപ്പെടും, അല്ലെങ്കിൽ എല്ലാ ബന്ധനത്തിൽ നിന്നും എല്ലാവരും ഒരു ദിവസം മോചിതരാകും എന്നാണ് അതിന്റെ അർത്ഥം. ഈശ്വർ അഹമ്മദ് ദായി വല്ലാതെ, ഇത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഈ രോഗം 32 ഒരു സുല്ലി രോഗം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുശേഷം 32 അദ്ദേഹം ഹൃദയം ബന്ധപ്പെട്ട സ്ട്രോക്ക് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എഴുതിയ കവിത ആകാനാണ് സാധ്യത. അതാണ് ഈശ്വർ അഹമ്മദ് ദായി വല്ലാതായി, എന്റെ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്റെ എല്ലാ രോഗത്തെ അവഗണിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും. അതാണ് റഹ്മദ് ദായി, അതിനെ അവഗണന നടത്തിക്കൊണ്ട് ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. കന്നശ്രീ, ഒരു പരുന്തിനെ പോലെ, ഫൗക്കൽ കുമ്മത്ത് ഷമായി, ഉയർന്ന മലകൾക്ക് മുകളിൽ പറന്നു പോകുന്ന ഒരു പരുന്തിനെ പോലെ എന്റെ ജീവിതം എത്ര രോഗമുണ്ടെങ്കിലും ശത്രുക്കളുണ്ടെങ്കിലും കാണുന്ന വകവെക്കാതെ മുന്നോട്ട് ഞാൻ പോകും എന്ന് സൂചിപ്പിക്കുന്ന കവിതയാണ് ഈശ്വർ അഹമ്മദ് ദായി വല്ലാതായി എന്ന് പറയുന്ന കവിത. ചില 3 വരികൾ അദ്ദേഹത്തിന് എടുത്ത് കൊടുത്തെന്ന് മാത്രം. പ്രധാനപ്പെട്ട വർക്കുകൾ 77 കസീതകളുണ്ട്. 77 കസീത, 25 വർഷം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ കസീതകളുടെ എണ്ണം 77 എണ്ണമാണ്. പ്രധാനപ്പെട്ടത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സലാത്തുൻ ഫി ഹൈക്കൽ ഹുബ്ബി എന്ന് പറയുന്ന ഒരു വർക്കുണ്ട്, 1931 പബ്ലിഷ് ആയതാണ്. ഇതൊരു വലിയ നീണ്ട കാവ്യമാണ്, കസീതയാണ്. 68 ബൈത്തുകളാണ് ഇതിലുള്ളത്. അതുപോലെ ഫിയ ഹംസത്തു അക്സാമിൻ, 5 കിസ്മകളുണ്ട്. പിന്നെ വലൈസ ഫിയ മുഖദ്ദിമ വലാ ഖിതാം, സ്റ്റാർട്ടിങ്ങും പ്രത്യേകമായ സ്റ്റാർട്ടിങ്ങോ പ്രത്യേക എൻഡിംഗ് ഒന്നും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നീണ്ട ഖണ്ഡകാവ്യമാണ് ഈ സലാത്തുൻ ഫി ഹൈക്കൽ ഹുബ്ബി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രചന. പിന്നെ റിവായത്തുൽ മഖബറ ജദവൽ ഹുബ്ബ് എന്ന് പറയുന്ന കസീതയുണ്ട്. ഇലാ തുഖാത്തിൽ ആലം ഉണ്ട്, ഇതൊക്കെ കസീതയാണ്. കസീത നീണ്ട കാവ്യമാണ്. ഇറാത്തുൽ ഹയാത്ത്, നേരത്തെ പറഞ്ഞ ഇറാത്തുൽ ഹയാത്ത്, ഇതിൽ നിന്നാണ് നഷീദുൽ വത്തൻ ടുണീഷ്യയിലെ ദേശീയ നാഷണൽ ആന്തം അവർ എടുത്തത്. ഇറാത്തുൽ ഹയാത്ത് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അൽ ഗസലുൽ ഫാത്തിൻ ഉണ്ട്. ഇതിൽ നഹജ ഫിഹ മൻഹജ ഷുറായിൽ അന്തലൂസിയൻ കവികൾ എഴുതുന്ന രീതിയിലാണ് ഇദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിന്റെ 15ാമത്തെ വയസ്സ്. അന്തലൂസിയൻ കവിതകൾ എന്ന് പറഞ്ഞാൽ മുഅശ്ശഹാത്ത് പഠിച്ചിട്ടുണ്ടാവും. മുഅശ്ശഹാത്ത് ഉണ്ട്, അതുപോലെ സിജ്ലുകളൊക്കെ ഉണ്ട്. അവരുടെ നാട്ടിൽ അന്തലൂസിയ, സ്പെയിൻ, ആ നാടുകളിലൊക്കെ അവർ ഉപയോഗിക്കുന്ന, അവരുടെ ഗ്രാമങ്ങളിൽ അവർ പറയുന്ന കൊളോക്കിയലായ ഭാഷകളൊക്കെ വെച്ചിട്ട് നല്ല പാടാൻ പറ്റുന്ന രീതിയിൽ അവർ രചിക്കുന്ന രചനകളാണ്. അപ്പോൾ ആ ഒരു എഫക്ട് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ അബുൽ ഖാസിം അഷാബിയുടെ 15ാം വയസ്സാണ്. അപ്പോൾ ഈ കവിതയുടെ പുസ്തകങ്ങളും അല്ലെങ്കിൽ ഭാഷകളൊക്കെ അടിസ്ഥാനമാക്കി കവിതകൾ അവതരിക്കുക. അതാണ് സ്പെയിനിന്റെ ആ ഒരു മുഅശ്ശഹാത്തുകളുടെയും സിജ്ലിന്റെയും ഒക്കെ രീതികൾ കടമെടുത്തുകൊണ്ട് ആദ്യത്തെ ഒരു 15ാം വയസ്സിലെ തന്റെ ആദ്യ രചന അൽ ഗസലുൽ ഫാത്തിൻ നടത്തുന്നത്. യാ മൗത്ത് എന്ന് പറഞ്ഞ മറ്റൊരു കസീതയുണ്ട്, 1929 രചിക്കുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് ഹാഫിൽ തമ്പിൽ ഹുസൈൻ വൽ അലമി, ആ പിതാവിന്റെ മരണത്തിന് ശേഷം തന്റെ ഉള്ളിലുള്ള വേദനകളും ദുഃഖങ്ങളൊക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് നടത്തിയ രചനയാണ് യാ മൗത്ത് എന്ന് പറയുന്ന ആ ഒരു കൃതി. പിന്നെ സഫാത്തുൻ ദാമിയാണ്, അത് കിസ്സയാണ്, ദീവാനല്ല കിസ്സയാണ്, കഥയാണ്. പിന്നെ അദബത്തുൻ അൻത അൻ മുഹമ്മദ് അബ്ദു എന്ന് പറയുന്ന വർക്കുണ്ട്. ഹദീസുൽ മഖ്ബറ ഉണ്ട്, നോവലാണ്. പിന്നെ യൗമിയാത്ത് ഷാബി എന്ന് പറയുന്ന ഒരു വർക്കുണ്ട്, മുദാക്കറാത്തുഹു, അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയാണ് യൗമിയാത്ത് ഷാബി.
അത് നഷറത്ത് ഫി ദൗരിയാത്തി വൽ മജല്ലാത്തി ഖബല മൗതിഹി വ ബഅദിഹി. അദ്ദേഹത്തിന്റെ ജീവിതകാലഘട്ടത്തിൽ കുറച്ച് ഭാഗം മജല്ലകളിലും അതുപോലെ പീരിയോഡിക്സിലൊക്കെ പീരിയോഡിക്സിലൊക്കെ പബ്ലിഷ് ആയിട്ടുണ്ട്. കുറച്ച് ഭാഗം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം പബ്ലിഷ് ആയിട്ടുണ്ട്. യൗമിയാത്തു ഷാബി പേര് ഓർത്ത് വെക്കുക. പിന്നെ ജമീൽ ബുസൈന ഒരു ജാഹിലിയ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ അമവി കാലഘട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെക്കുറിച്ചുള്ള കവിതയാണ്. ബുസൈനയാണ് വ്യക്തി. ജമീൽ ബിൻ മഅമർ എന്ന് പറയുന്ന കവിയാണ്. ജമീൽ ബിൻ മഅമർ ബുസൈനെ കുറിച്ച് എപ്പോഴും കവിത കൊണ്ടാണ് ജമീൽ ബുസൈന എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ജമീൽ ബുസൈനെ കുറിച്ച് എന്ന് വെച്ചാൽ ജമീൽ മഅമറിനെ കുറിച്ചുള്ള ഒരു ജമീൽ മഅമറും ജമീൽ ബുസൈനയുമായിട്ടുള്ള പ്രണയ കാര്യങ്ങളൊക്കെ ഒരു കഥാരൂപത്തിൽ എഴുതിയ വർക്കാണ് ജമീൽ ബുസൈന. പിന്നെ അസാഹിറത്ത് വസുൽ ഹുസ്ൻ എന്ന് പറയുന്ന ഒരു വർക്കുണ്ട്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഒരു വർഷം മുമ്പ് അദ്ദേഹം നടത്തിയ രചനയാണ്. ദിവാനു ഷാബി എന്ന് പറയുന്ന പ്രശസ്തമായ വർക്ക്, വലിയ ബൃഹത്തായ വർക്കാണ്. അത് തന്റെ സഹോദരൻ മുഹമ്മദ് അമീൻ ഷാബിയാണ്. മുഹമ്മദ് അമീൻ ഷാബി ആദ്യത്തെ തുണീഷ്യയിലെ ഭരണഘടനാപരമായി നിയമിതമായ തുണീഷ്യയിലെ ആദ്യ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായ അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് അമീൻ ഷാബി മരണത്തിന് ശേഷം പബ്ലിഷ് ചെയ്ത വർക്കാണ്. അതിന്റെ സ്റ്റാർട്ടിങ്, ഈ ദിവാനു ഷാബിയുടെ സ്റ്റാർട്ടിങ് അയ്യുഹ ഷാബു ലൈതനി കുന്തു ഖതാബ ഫഉഹ്വി അലാൽ ജുദൂഇ ബിഫഅസി എന്നാണ് തുടങ്ങുന്നത്. പല ആശയങ്ങളും ഇതിനുണ്ടാകാം. അയ്യുഹ ഷാബു, തന്റെ സമൂഹത്തെ വിളിക്കുകയാണ്, തന്റെ തുണീഷ്യയിലെ ആളുകളോട് സംവദിക്കണം അദ്ദേഹം. ലൈതനി കുന്തു ഖതാബ, ഞാനൊരു വിറകായിരുന്നെങ്കിൽ, ഫഉഹ്വി, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ വീഴുന്നു, അലാൽ ജുദൂഇ, ആ വിറകിന്റെ തടിയുടെ മേലിൽ, ബിഫഅസി, എന്റെ കൊടാലി കൊണ്ട്. ഞാനൊരു വിറകാണെങ്കിൽ എന്നെ ഞാൻ തന്നെയാണ് മുറിക്കുക. എന്ന് വെച്ചാൽ എന്നിൽ ഞാൻ പൂഴ്ത്തി വെച്ചിട്ടുള്ള എന്റെ വികാരങ്ങളൊക്കെ പ്രകടമാക്കാതെ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്ത് കാര്യം? എന്റെ വികാരങ്ങളെ പ്രകടമാക്കേണ്ടത്, പുറത്തെടുക്കേണ്ടത്, പ്രശ്നങ്ങളൊക്കെ തുറന്നു കാണിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സാമൂഹികമായ ജിജ്തിമാഇയായ ആശയമാണ് ഇതിലുള്ളത്. പിന്നെ അദ്ദേഹത്തിന് മറ്റൊരു വർക്കാണ് അൽ ഖയാലു ഷഅരി ഇൻദൽ അറബി എന്ന് പറയുന്ന വർക്ക്. ഇത് ലെക്ചേഴ്സുകളാണ്, അൽ മുഹാദറാത്തുകളാണ്. അൽ ഖഹാ ബിസ്മിൻ നാദിൽ അദബി ഫി ഖാത്തിൽ ഖൽദൂനിയ ഹാളിൽ അദ്ദേഹം സ്ഥിരമായിട്ട് ക്ലബിന്റെ കീഴിൽ നടത്താറുള്ള ലിറ്റററി ക്ലബിന്റെ കീഴിൽ നടത്താറുള്ള ലെക്ചേഴ്സുകളുടെ ഒരു സീരീസ് ആണ്. ഒരു കളക്ഷൻ ഓഫ് വർക്ക് ഒരു പുസ്തകത്തിന്റെ രൂപത്തിലാക്കിയത് മാത്രം. അത് തന്റെ സാഹിത്യത്തിൽ നടത്തിയ ആദ്യ ലെക്ചേഴ്സുകളാണ്. ഇവിടെ കുറച്ചു കാലം ജീവിച്ചിട്ടുള്ളൂ. ഹിയലാത്താൽ മഖ്തൂത്ത, പിന്നെ അത് എഴുതിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സുകൾ മഖ്തൂത്തായിട്ട് ലിട്ടൺ ഫോമിൽ വന്നു. 1929 മുതൽ ഫി കുതൈബി മിൻ 141 പേജുകളിലായിട്ട് അത് ചെറിയ പാംലെറ്റുകളിലായിട്ട്, ചെറിയ ലെറ്ററുകളിലായിട്ട് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ആകാനായത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആകാനായ നേരത്തെ പറഞ്ഞു, അത് 1930 അദ്ദേഹം പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, തന്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ. പക്ഷേ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും അദ്ദേഹത്തെ രോഗം പിടിപെട്ടു. ആദ്യമായിട്ട് അത് പബ്ലിഷ് ചെയ്ത് 1955 തന്റെ സഹോദരൻ മുഹമ്മദ് അമീനാണ്. അതിൽ 255 പേജുകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 1966 രണ്ടാമത്തെ പബ്ലിക്കേഷൻ നടന്നു. ആ പബ്ലിക്കേഷനിൽ 7 കവിതകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന നേരത്തെ. ഇത്തലാസാരിൽ മഹജരീൻ ലാസിയമ ജിബ്രാൻ, അദ്ദേഹം പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് മഹജർ കവികളുടെ വർക്കുകൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആളായിരുന്നു. പ്രത്യേകിച്ച് മഹജർ കവികളിലെ റാബിത്തുൽ കലമിയുടെ ഫൗണ്ടറും അല്ലെങ്കിൽ ഈ ആധുനിക കവിതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കിസ്സകളിലൊക്കെ വളരെ സ്വാധീനം ചെലുത്തിയ ആളാണ് ജിബ്രാൻ ഖലീൽ ജിബ്രാനൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് അബുൽ ഖാസിം അഷാബി. അപ്പോൾ ഇന്ന് പരിചയപ്പെട്ടത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് വിപ്ലവാത്മകമായ കാവ്യരംഗത്ത്, കാവ്യ സദസ്സുകളിൽ നമ്മുടെയൊക്കെ സ്വാധീനം ചെലുത്തിയ ആധുനിക കവിത വളരെ പ്രധാനപ്പെട്ട ടുണീഷ്യൻ കവിയായ അബുൽ ഖാസിം അഷാബിയെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ, വർക്കുകൾ, കവിതയേതര കഥ, നോവൽ വർക്കുകളൊക്കെ പരിചയപ്പെട്ടു. നിങ്ങൾ പൂർണ്ണമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. ശുക്രൻ, ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.